Hi all, KTU BTech Mechanical Engineering 8th സെമസ്റ്ററിലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് 2 എന്ന സബ്ജക്റ്റിന്റെ 4th മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വോം ഗിയർ ഡ്രൈവ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, then എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെർമിനോളജീസ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എന്താണ് ഈ ഒരു വോം ഗിയറിൻ്റെ പ്രത്യേകത? ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ഗിയർ പെയറിൽ 2 എലിമെൻറ്റ്സ് ആണുള്ളത്. ഒരെണ്ണം ഒരു സ്ക്രൂ പോലെയാണ്. അതിനെയാണ് നമ്മൾ ശരിക്കും വോം എന്ന് വിളിക്കുക. ഓക്കെ, സ്ക്രൂവിൻ്റെ മോഡലിലുള്ള ത്രെഡുകളായിട്ടുള്ള ഒരു എലിമെൻ്റ് ഉണ്ട്, അതാണ് വോം. ദെൻ അടുത്തൊരു എലിമെൻ്റ് ഒരു ഗിയർ പോലെ തന്നെയാണ്, ഒരു ഹെലിക്കൽ ഗിയറിനോട് സാമ്യമുള്ള ഒരു ഗിയറാണ് അടുത്തത്. അതിനെ നമ്മൾ വോം വീൽ അതല്ലെങ്കിൽ വോം ഗിയർ 2 രീതിയിലും അതിനെ വിളിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പെയറിനെയാണ് നമ്മൾ വോം ഗിയർ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്നുള്ളത് സ്പീഡ് റിഡക്ഷൻ റേഷ്യോ വളരെ ഹൈ ആയിരിക്കും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പർ, ഹെലിക്കൽ, ബിവൽ ഗിയേഴ്സിലൊക്കെ കിട്ടുന്നതിനേക്കാളും വലിയ ഒരു റിഡക്ഷൻ റേഷ്യോ നമുക്ക് ഈ ഒരു വോം ഗിയറിൻ്റെ കേസിൽ കിട്ടും. അപ്പോൾ ഇതിൽ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടുത്തെ വോം എന്ന് പറയുന്ന ആ ഒരു സ്ക്രൂവിൻ്റെ ഷാഫ്റ്റും അല്ലെങ്കിൽ അതിൻ്റെ ആക്സിസും വീലിൻ്റെ ആക്സിസും ഇത് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതൊരിക്കലും കൂട്ടിമുട്ടില്ല. രണ്ടും 2 പ്ലെയിനിലൂടെയാണ് പാസ് ചെയ്യണത്. ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും തമ്മിലുള്ളൊരു ആംഗിൾ ഒരു 90 ഡിഗ്രിയിലാണ്. ഒരു ആക്സിസിൽ നമ്മൾ കൊടുക്കുന്ന പവറിനെ നമുക്ക് ഒരു 90 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന വേറൊരു ആക്സിസിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, അതായത് നമ്മുടെ ഇൻപുട്ട് നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് വോം എന്ന് പറയുന്ന സ്ക്രൂവിലേക്കാണ്. ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ വോം വീലിൻ്റെ ഷാഫ്റ്റിലായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. Then the worm wheel is similar to a helical gear with curved teeth. Also the pitch surface of this gear is slightly concaved. അപ്പോൾ ഇതൊരു ഹെലിക്കൽ ഗിയറിന് സിമിലർ ആണെന്ന് പറഞ്ഞു. ദെൻ അത് കൂടാതെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ ടീത്തുകൾ ഒരല്പം ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ കോൺകേവ്. ആ ഒരു കോൺകേവ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരല്പം കുഴിഞ്ഞിരിക്കുന്ന ഒരു ഷേപ്പാണ്. പരമാവധി അതിൻ്റെ സർഫസിൽ ആ ഒരു ത്രെഡഡ് ആയിട്ടുള്ള സർഫസിനെ എൻവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഷേപ്പാണ് ഈ ഒരു ഗിയർ സർഫസിലുള്ളത്. അതുകൊണ്ടാണ് അതൊരല്പം കോൺകേവ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇൻ ദിസ് ഡ്രൈവ് ദ വോം ഈസ് ദ ഡ്രൈവിംഗ് മെമ്പർ ആൻഡ് വോം ഗിയർ ഓർ ദ വോം വീൽ ഈസ് ദ ഡ്രിവൺ മെമ്പർ. അപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ സ്ക്രൂവിലാണ് നമ്മൾ ഇൻപുട്ട് പവർ കൊടുക്കുക. നമുക്ക് പവർ ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ ഒരു വീലിൽ നിന്നായിരിക്കും. ഓക്കെ, ദി പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദ വോം ടു ദ വോം വീൽ with a sliding contact between the mating parts. ത്രെഡഡ് ആയിട്ടുള്ള വോം അതൊരു ആക്സിസിനെ ബോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ സ്ലൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു ത്രെഡുകളിൽ സ്ലൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വോം ഗിയർ റൊട്ടേറ്റ് ചെയ്ത് മൂവ് ചെയ്യുക. രണ്ടിലും ഒരു റൊട്ടേഷണൽ മോഷനാണ്. പക്ഷേ ഇതുവരെ നമ്മൾ കണ്ട ഗിയേഴ്സിനേക്കാളൊക്കെ ഇത് വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത കേസുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് സ്പർ ഗിയർ ആണെങ്കിൽ ഒരു പിനിയൻ ഉണ്ടായിരിക്കും, ഒരു ഗിയർ ഉണ്ടായിരിക്കും. 2 സൈസ് ആണെങ്കിലും രണ്ടിൻ്റെയും പ്രൊഫൈലൊക്കെ ഏകദേശം സെയിം ആണ്. അതിൻ്റെ പിച്ച് സർഫസ് എന്ന് പറയുന്നത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. ഒരു സിലിണ്ടറാണ് രണ്ടിൻ്റെയും പിച്ച് സർഫസ് എന്ന് പറയുന്നത്. ഇനി ഒരു ഹെലിക്കൽ ഗിയർ എടുത്താലും ഇതുപോലെ തന്നെയാണ്, രണ്ടിൻ്റെയും പിച്ച് സർഫസ് സിലിണ്ട്രിക്കലാണ്. അപ്പോൾ അതിൻ്റെ പിനിയൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഗിയറും റൊട്ടേറ്റ് ചെയ്യുന്നത് അത് തമ്മിലുള്ളൊരു റോളിംഗ് കോണ്ടാക്റ്റാണ് അവിടെ ഉണ്ടാവുക. ഒരു സർഫസ് തിരിയണു, അതിനോട് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന അടുത്ത സർഫസും റോൾ ചെയ്യുന്നു. ആ ഒരു കോണ്ടാക്റ്റ് റോളിംഗ് കോണ്ടാക്റ്റാണ്. ഇനി ഒരു ബിവൽ ഗിയർ എടുത്താലും എന്താണ്, പിച്ച് സർഫസ് കോണിക്കൽ സർഫസാണ്, സിലിണ്ട്രിക്കലല്ല. പക്ഷെ അവിടുത്തെ റൊട്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു റോളിംഗ് കോണ്ടാക്റ്റാണ്. ഒരു കോണിക്കൽ സർഫസ് തിരിയുമ്പോൾ അതിൻ്റെ കോണ്ടാക്റ്റിലുള്ള അടുത്തൊരു സർഫസ് അതിൻ്റെ പുറത്തുകൂടെ റോൾ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരിക. ഓക്കെ, പക്ഷേ ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. നമ്മുടെ വോം എന്ന് പറയുന്ന ആ ഒരു ത്രെഡഡ് സ്ക്രൂ തിരിയുമ്പോഴത്തേക്കും ആ ഒരു സ്ക്രൂകളിൽ വന്നിട്ട് എൻഗേജ് ചെയ്തിരിക്കുന്ന
ഗിയർ ടീത്തുകൾ ഇതിങ്ങനെ മൂവ് ചെയ്ത് പോവാണ്. അങ്ങനെയാണ് ഒരു റിസൾട്ടൻ്റ് ആയിട്ടുള്ളൊരു റൊട്ടേഷൻ നമ്മുടെ ഗിയറിന് കിട്ടുന്നത്. ഇവിടെ വരുന്നത് ഒരു സ്ലൈഡിങ് കോണ്ടാക്റ്റ് ആണ്. സ്ലൈഡിങ് ഫ്രിക്ഷൻ കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ അത് ഈ ഒരു ഗിയർ പെയറിൻ്റെ കേസിലൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതായത് ഹീറ്റിൻ്റെ രൂപത്തിൽ പവർ ലോസ് ഇവിടെ ഉണ്ടാവാൻ, ഫ്രിക്ഷണൽ പവർ ലോസ് ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അത് ഈ ഒരു വോം ഗിയറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ ഒന്ന് എടുത്ത് പറയും. ഓക്കെ, ദെൻ വോം എന്ന് പറയുന്ന ത്രെഡഡ് സ്ക്രൂവിൽ നമ്മൾ സാധാരണ പോലത്തെ ഒരു സ്ക്രൂ തന്നെയാണ്. അതിൽ ത്രെഡുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. അത് പലതരത്തിൽ വരാം. ഒന്നുകിൽ അത് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആവാം, അതല്ലെങ്കിൽ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് ആവാം. ത്രെഡഡ് ജോയിൻസും പവർ സ്ക്രൂ ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ സിംഗിൾ സ്റ്റാർട്ട് മൾട്ടി സ്റ്റാർട്ടൊക്കെ എന്താണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ക്രൂ സിംഗിൾ സ്റ്റാർട്ട് മൾട്ടി സ്റ്റാർട്ട് എന്നുള്ള രീതിയിലൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു വോം ഗിയർ എന്ന് പറയുന്നത് സ്പീഡ് റിഡക്ഷൻ റേഷ്യോ നമുക്ക് ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഗിയറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എൻഷുർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാക്സിമം റിഡക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് 100:1 എന്നുള്ളതാണ്. അതായത് നമ്മുടെ വോം എന്ന് പറയുന്ന സ്ക്രൂ ഒരു 100 തവണ തിരിയുമ്പോഴായിരിക്കും നമ്മുടെ ഗിയർ, വലിയ വോം ഗിയർ ഒരു പ്രാവശ്യം തിരിയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായി, ഇപ്പോൾ 1400 RPM-ലാണ് നമ്മുടെ വോം, അവിടുത്തെ നമ്മുടെ ഒരു ഇലക്ട്രിക് മോട്ടറുമ്മലാണ് വോം പിടിപ്പിച്ചില്ലെന്ന് വിചാരിക്കുക, അത് തിരിയുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വോം വീലിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ എത്രയായിരിക്കും? /100 ചെയ്ത് കഴിഞ്ഞാൽ 14 RPM ആയിരിക്കും നമ്മുടെ വീലിലേക്ക് ഔട്ട്പുട്ട്, വീലിൽ നിന്നുള്ള ഔട്ട്പുട്ടിൽ വരുന്ന റവല്യൂഷൻ എന്ന് പറയുന്നത്. 14 റവല്യൂഷൻ പെർ മിനിറ്റ് ആയിട്ട് അത് റെഡ്യൂസ് ആവും. അവിടുത്തെ റിഡക്ഷൻ റേഷ്യോ ഇത്രയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു അത്രയും വലിയൊരു ഡിഫറൻസ് നമുക്ക് ഒരൊറ്റ പെയർ വോം ഗിയർ യൂസ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ഇപ്പോൾ ബാക്കിയുള്ള ഗിയേഴ്സിൽ ഹെലിക്കലിലും വോമിൽ നമ്മുടെ സ്പർ ഗിയറിൻ്റെ കേസിലൊക്കെ അത് കിട്ടണമെങ്കിൽ ഒരൊറ്റ സ്റ്റേജിൽ പറ്റില്ല. 2, 3, 4 സ്റ്റേജുകളൊക്കെ ഗിയറുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു സ്പീഡ് റിഡക്ഷൻ റേഷ്യോ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വോം ഗിയറിൻ്റെ കേസ് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഒരൊറ്റ പെയർ വോം ഗിയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സെറ്റ് വോം ഗിയർ ഉപയോഗിച്ച് നമുക്ക് ഇത്രയും വലിയൊരു റേഷ്യോ, റിഡക്ഷൻ റേഷ്യോ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. ദെൻ ദിസ് ഡ്രൈവ് ഈസ് വെരി കോമ്പാക്ട് കമ്പയർഡ് ടു ഈക്വൽഡ് സ്പർ ഓർ ഹെലിക്കൽ ഗിയർ ഡ്രൈവ്സ് വിത്ത് സെയിം സ്പീഡ് റിഡക്ഷൻ. അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞതായിട്ടും ഇതിന് കണക്ഷൻ ഉണ്ട്. അതായത് ബാക്കിയുള്ള കേസിൽ ഇത്രയും സ്പീഡ് റിഡക്ഷൻ കിട്ടണമെങ്കിൽ കുറേ കൂടി ബൾക്കായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസിൽ തന്നെ നമുക്ക്, അതായത് ഒരൊറ്റ സെറ്റ് പെയറിൽ വെച്ചിട്ട് നമുക്ക് ഇത്രയും സ്പീഡ് റിഡക്ഷൻ കിട്ടും. അപ്പോൾ അത് വളരെ ചെറിയൊരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ അതിന് വളരെ സ്പേസ് കുറവും മതി എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദെൻ സ്ലൈഡിങ് കോണ്ടാക്റ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ ഓപ്പറേഷൻ വളരെ സ്മൂത്ത് ആയിരിക്കും. പ്രത്യേകിച്ച് നോയ്സോ കാര്യങ്ങളോ ഒന്നും, സ്പീഡ് കൂടിയാലും കുറഞ്ഞാലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നോയ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. സ്ലൈഡിങ് കോണ്ടാക്റ്റ് ആണ് വരുന്നതെന്നുള്ളത് കൊണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, provision can be made for self-locking operation where the motion is transmitted only from the worm to the worm wheel. നമുക്ക് ആ ഒരു വോം ഗിയർ പെയറിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത് വോം എന്ന് പറയുന്ന സ്ക്രൂവിൽ നിന്ന് വോം വീലിലേക്കാണ്. ഇൻപുട്ട് എപ്പോഴും സ്ക്രൂവിലേക്കാണ് കൊടുക്കുക, ഔട്ട്പുട്ട് എപ്പോഴും കിട്ടുന്നത് നമ്മുടെ വോം ഗിയറിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ തിരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അതായത് നമ്മുടെ പവർ നമുക്ക് വീലിലേക്ക് കൊടുത്തിട്ട് ഔട്ട്പുട്ട് നമുക്ക് സ്ക്രൂവിൽ നിന്ന് കിട്ടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അവിടെ ഒരു ലോക്കിംഗ് അറേഞ്ച്മെൻറ്റ്, അത് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു ലോക്ക്ഡ് ആണ്. ഒരിക്കലും നമുക്ക് വീല് റൊട്ടേറ്റ് ചെയ്ത് സ്ക്രൂവിനെ തിരിക്കാനായിട്ട് പറ്റില്ല, അവിടുത്തെ സർഫസുകളിലെ ആംഗിളും കോണ്ടാക്റ്റൊക്കെ വെച്ചിട്ട്. ഇനി അത് തീരെ പോസിബിൾ അല്ല എന്നല്ല, സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കേസിലൊന്നും പറ്റില്ല. ഇനി സ്ക്രൂവിൻ്റെ ഹെലിക്സ് ആംഗിൾ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ പവർ സ്ക്രൂ പഠിക്കുമ്പോൾ പഠിച്ചിരുന്നു, അവിടെയും ഒരു സെൽഫ് ലോക്കിങ് കിട്ടുന്ന കാര്യം. അപ്പോൾ അത് തന്നെ അവിടുത്തെ ആ ഒരു
സ്ക്രൂ ത്രെഡിൻ്റെ ആംഗിള് ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഓവർഹോളിംഗ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തിരിയുന്നൊരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും പറ്റും, പക്ഷേ അത്രയും കൂടുതൽ ആംഗിളൊന്നും സാധാരണഗതിയിൽ കൊടുക്കാറില്ല. അപ്പോൾ മിക്കവാറും കേസിലും ഇത് സെൽഫ് ലോക്കിംഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും പറയുന്നൊരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത് ഇതിൻ്റെ ലോ എഫിഷ്യൻസിയാണ്. അപ്പോൾ എഫിഷ്യൻസി കുറഞ്ഞു പോകുന്നതിൻ്റെ പ്രധാന കാരണം അവിടെ ഹീറ്റ് ലോസസ് ഒരുപാട് ഉണ്ടാവണം എന്നുള്ളതാണ്. ഫ്രിക്ഷണൽ ലോസസ് അല്ലെങ്കിൽ ഹീറ്റ് ലോസ് ഇവിടെ കൂടുതലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യം. ഓക്കെ, ദെൻ അടുത്തൊരു കാര്യമാണ് ഇതിൻ്റെ കോസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മൾ ആ ഒരു ഫിഗറുകളൊക്കെ നോക്കിയപ്പോൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, 2 വോം സ്ക്രൂവും, വോം എന്ന് പറയുന്ന സ്ക്രൂവും വോം വീലും രണ്ട് കളറിൽ കാണാം. അതായത് ഒരെണ്ണം സ്റ്റീലാണ്, അത് എപ്പോഴും സ്റ്റീൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുക. വോം എന്ന് പറയുന്ന സ്ക്രൂ നമ്മൾ എപ്പോഴും സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കുക, അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. ദെൻ വോം വീൽ എന്ന് പറയുന്നത് കുറേ കൂടിയും ഹാർഡ്നെസ് കുറഞ്ഞ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുക. ബ്രോൺസാണ് കുറേ കൂടി നമ്മൾ പ്രിഫർ ചെയ്യുന്ന മെറ്റീരിയൽ. അതിൽ തന്നെ ഫോസ്ഫർ ബ്രോൺസ്, ഹാർഡൻഡ് സ്റ്റീലിൻ്റെ സ്ക്രൂവും ഫോസ്ഫർ ബ്രോൺസിൻ്റെ ഗിയർ വീലുമാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഈ ഒരു ഡ്രൈവിന് പ്രിഫർ ചെയ്യുന്ന മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോസ്ഫർ ബ്രോൺസ് എന്നുള്ളത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് മൊത്തത്തിൽ ഈ ഒരു അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണം കാസ്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ കുറേ കൂടിയും നമുക്ക് ഫ്രിക്ഷൻ കുറയാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ളൊരു കാരണമാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ ഇവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സ്ലൈഡിങ് കോൺടാക്റ്റ് ആയ കാരണം ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഇതിൻ്റെ എഫിഷ്യൻസി കുറയണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മിക്കവാറും കേസിൽ ഈ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്ത ഹീറ്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതൊരു ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നത് ഇതിനൊരു കേസിങ് പ്രൊവൈഡ് ചെയ്ത് ഇതിനെപ്പോഴും ലൂബ്രിക്കേറ്റിംഗ് ഓയിലായിരിക്കും ഈ ഒരു ഗിയർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അവിടുത്തെ ഹീറ്റ് റിമൂവ് ചെയ്യണം എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആവശ്യം. അതേപോലെ അതിൻ്റെ ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് കൂടിയിട്ട് ഒരു ലൂബ്രിക്കൻ്റ് അവിടെ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹൗസിംഗ് ബോർഡ് കൂടിയിട്ടാണ് ഇത് മിക്കവാറും യൂസ് ചെയ്യുക. അപ്പോൾ അത് കുറച്ച് ഇതിനെ ബൾക്കി ആക്കാനും അതേപോലെ ഇതിൻ്റെ കോസ്റ്റ് കൂടാനും ഒക്കെ ഒരു റീസണാണ്. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ഈസ് ലോ. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ മറ്റ് ഗിയറുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി കുറവാണ്. അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഒരു മാക്സിമം ഒരു 100 കിലോവാട്ട് അത്രയൊക്കെയാണ് ഇതിൻ്റെ മാക്സിമം പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വോം ഗിയർ പെയറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയണത്. ദെൻ മെറ്റീരിയൽസ് നമ്മൾ ഓൾറെഡി ജസ്റ്റ് പറഞ്ഞു, കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ അലോയ് സ്റ്റീലൊക്കെയാണ് സാധാരണഗതിയിൽ വോം എന്ന് പറയുന്ന സ്ക്രൂ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക. ദെൻ വോം വീല് ഉണ്ടാക്കാനായിട്ട് കാസ്റ്റ് ബ്രോൺസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ദെൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യണത് ഹാർഡൻഡ് സ്റ്റീൽ ആൻഡ് ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ് വോം ഗിയർ പെയർ ചെയ്യാനായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്തും ഈ ഒരു കാര്യം ഓർത്തിരിക്കാം. നമുക്ക് ഡാറ്റ ബുക്കിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അവിടെ ഇപ്പോൾ ഫോസ്ഫർ ബ്രോൺസ് ഒന്നും എടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, ഹാർഡൻഡ് സ്റ്റീൽ ആൻഡ് ബ്രോൺസ് എന്നൊക്കെ ആവും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ പെയറായിട്ട് ബന്ധപ്പെട്ട വാല്യൂസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് മെറ്റീരിയൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ നമുക്ക് പ്രോബ്ലം ചെയ്യാവുന്നതാണ്. ദെൻ ഇപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കേസിൽ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന ഡാറ്റ ബുക്ക് മഹാദേവൻ ഡാറ്റ ബുക്കല്ല, PSG ഡാറ്റ ബുക്കിലത്തെ കാര്യങ്ങളാണ് നമ്മൾ തൽക്കാലം വോം ഗിയർ ഡിസൈൻ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, മഹാദേവനിലുള്ള വാല്യൂസ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ അതിൽ തോന്നി. അപ്പോൾ കുറേ കൂടിയും ബെറ്ററായിട്ട് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റിയത് PSG ഡാറ്റ ബുക്കാണ്. അതിലത്തെ വാല്യൂസും കാര്യങ്ങളെല്ലാം നമുക്ക് കുറേ കൂടി ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ബാക്കി എല്ലാ ഗിയറിനും നമ്മൾ മഹാദേവനാണ് ഫോളോ ചെയ്തത്. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ PSD ഡാറ്റ ബുക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഫിഗർ അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നൊട്ടേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോവാണ്, അല്ലെങ്കിൽ ടെർമിനോളജി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ബാക്കി ഗിയേഴ്സിന് ഉപയോഗിച്ച നൊട്ടേഷൻസ് ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതായത് ഡാറ്റ ബുക്ക് മാറുന്നതിനനുസരിച്ചുള്ള കുറച്ച് ചേഞ്ചുകളുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൊഡ്യൂൾ എന്ന് പറഞ്ഞ ടേമാണ്. അപ്പോൾ എല്ലാ ഗിയേഴ്സും ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് അതിന് പറയുന്ന അതിൽ നമ്മൾ മെൻഷൻ ചെയ്യാറുള്ള ഒന്നാണ് ഗിയറിൻ്റെ മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും രണ്ടും ഒന്നൊരു വോം എന്ന് പറയുന്നത് സ്ക്രൂ ആണ്, ദെൻ അടുത്ത എലിമെൻ്റ് ആണ് ഒരു ഗിയർ ഷേപ്പിൽ വരുന്ന സാധനം. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടിനും പറ്റുന്ന രീതിയിൽ ഇവിടെയും മൊഡ്യൂൾ എന്ന് പറയുന്ന ടേം ഉണ്ട്. നമ്മളതിനെ ആക്സിയൽ മൊഡ്യൂൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആക്സിയൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞൊരു ടേമാണ് ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ബാക്കിയുള്ള ഗിയറിനൊക്കെ പറയുന്ന പോലെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ആക്സിയൽ മൊഡ്യൂൾ എന്ന് പറയുന്നൊരു ടേമാണ്. M സബ്സ്ക്രിപ്റ്റ് X എന്നുള്ളതാണ് നമ്മളതിന് ഉപയോഗിക്കുന്ന നൊട്ടേഷൻ. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ഗിയർ പറയുമ്പോഴത്തേക്കും അവിടുത്തെ നമ്പർ ഓഫ് ടീത്ത് പറയാറുണ്ട്. അതേപോലെ ഗിയറിൻ്റെ അതിൻ്റെ പിച്ച് സർക്കിൾ ഡയാമീറ്റർ, ദെൻ RPM, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങൾ. അതേപോലെ ഗിയർ റേഷ്യോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആദ്യമേ തന്നെ പറയാറ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിനിയൻ എന്ന് പറയുന്ന ഇതിന് ഈക്വലൻ്റ് ആയിട്ട് ഇവിടെ വരുന്നത് വോമാണ്. ഓക്കെ, ചെറിയ ഗിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ട് ഇവിടെ വരുന്നത് വോം എന്ന് പറയുന്ന സ്ക്രൂ ആണ്. അപ്പോൾ ആ ഒരു സ്ക്രൂവിലത്തെ ടീത്ത് എന്ന് പറയാനൊന്നുമില്ല. ഇവിടെ വരുന്നത് അവിടുത്തെ ത്രെഡാണ്. ഇനി ത്രെഡ് തന്നെ സിംഗിൾ ത്രെഡഡ് ഉണ്ട്, മൾട്ടി ത്രെഡഡ് ആയിട്ടുള്ളതും വരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ത്രെഡുകളുടെ എണ്ണം അതാണ് നമ്മളിവിടെ വോമിൻ്റെ കേസിൽ നമ്പർ ഓഫ് ടീത്തിന് ഈക്വലൻ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഈ Z1 എന്ന് പറയുന്ന നൊട്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാം. PSD ഡാറ്റ ബുക്കിൽ ജസ്റ്റ് ക്യാപിറ്റൽ Z മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ നൊട്ടേഷനാണ് ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് Z1 ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ മുമ്പ് ചെയ്തിരുന്ന ആ ഒരു മെത്തേഡിൽ ചിന്തിച്ചാലും പ്രശ്നമൊന്നുമില്ല. രണ്ട് നൊട്ടേഷനും നമുക്ക് ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ വോമിൻ്റെ കേസിൽ Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റാർട്ട്സ് ആണ്. അപ്പോൾ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ഉണ്ട്, മൾട്ടി സ്റ്റാർട്ട് ത്രെഡിൽ ഡബിൾ സ്റ്റാർട്ട്, ട്രിപ്പിൾ സ്റ്റാർട്ട്, ക്വാഡ്രപ്പിൾ സ്റ്റാർട്ട് വരെ 4 ത്രെഡുകൾ വരെ വരുന്ന കേസ് വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ Z എന്ന് പറയുന്ന ആ ഒരു നമ്പർ നമുക്ക് വളരെ ലിമിറ്റഡ് ആണ്. അതായത് 1, 2, 3, 4 ഈ ഒരു 4 വാല്യൂസാണ് Z-നുള്ളൂ. 6 വരെ പറയുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഡാറ്റ ബുക്കിൽ 6 എന്ന് പറയുന്ന അത്രയും നമ്പർ ഓഫ് സ്റ്റാർട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഒന്നും ഇല്ല. നമുക്ക് നിലവിൽ 1, 2, 3, 4 ഇത്രയും നമ്പർ ഓഫ് സ്റ്റാർട്ട്സിനുള്ള വാല്യൂസാണ് ഇപ്പോൾ ഡാറ്റ ബുക്കിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇപ്പോൾ ഈ ഒരു ഗിയറിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്നൊരു കാര്യമാണ് എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള എഫിഷ്യൻസി ചോദ്യത്തിൽ പറയുന്നുണ്ടാവും. ആ എഫിഷ്യൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഈ നമ്പർ ഓഫ് സ്റ്റാർട്ട്സ് എന്ന് പറയുന്ന കാര്യം തിരഞ്ഞെടുക്കുക. ഓക്കെ, സിംഗിൾ സ്റ്റാർട്ടാണോ, ഡബിൾ ആണോ, ട്രിപ്പിൾ ആണോ, ക്വാഡ്രപ്പിൾ ആണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണത് എഫിഷ്യൻസിയുടെ ബേസ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഒരു ടേബിൾ ഉണ്ട്, അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, അതായത് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ എഫിഷ്യൻസി ഏറ്റവും കുറവായിരിക്കും. ഒരു 70 റേഞ്ചിലൊക്കെ ആയിരിക്കും എഫിഷ്യൻസി കിട്ടുള്ളൂ. ഇനി ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ എന്തുണ്ടാവും, അവിടുത്തെ സ്പീഡ് റിഡക്ഷൻ ആ റേഷ്യോ കുറയും. സിംഗിൾ സ്റ്റാർട്ടിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്പീഡ് റിഡക്ഷൻ റേഷ്യോ കിട്ടുക, അതുകൊണ്ട് എഫിഷ്യൻസി ഏറ്റവും കുറവായിരിക്കും. മൾട്ടി സ്റ്റാർട്ടിലേക്ക് പോകുമ്പോൾ ആ നമ്പർ ഓഫ് സ്റ്റാർട്ട്സ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അവിടുത്തെ സ്പീഡ് റിഡക്ഷൻ റേഷ്യോ കുറഞ്ഞുകൊണ്ടിരിക്കും, അതുകൊണ്ട് എഫിഷ്യൻസി കൂടി വരും ചെയ്യും. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ നോക്കാം. ദെൻ അടുത്ത ഒരു ടേം, അതായത് നമ്മൾ Z1, Z2 എന്ന് പറയുന്ന പോലെ ഗിയറിൻ്റെ Z2 എന്ന് പറയുന്നതിന് ഈക്വൽ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു സ്മോൾ സെഡ്, ദെൻ നടുവിലൊരു വെട്ട്, Z- എന്നാണ് നമ്മൾ തൽക്കാലം ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, Z- എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ, അത് നമ്മുടെ നമ്പർ ഓഫ് ടീത്ത് തന്നെയാണ്.
ഇവിടുത്തെ വോം ഗിയറിൻ്റെ അല്ലെങ്കിൽ വോം വീലിൻ്റെ നമ്പർ ഓഫ് ടീത്തിനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇസഡ് ഡാഷ് വെച്ചിട്ട്. ഓക്കെ, ദെൻ അതിനൊരു റേഞ്ച് പറയുന്നുണ്ട്. അതായത് നമ്മുടെ വോം ഗിയറിലെ ടീത്തുകൾക്ക് ഒരു റേഞ്ച്, അതായത് 25 മുതൽ 85 വരെയാണ് ഇത് സാധാരണഗതിയിൽ വേരി ചെയ്യുക. ഓക്കെ, 25 ടീത്ത് മുതൽ 85 ടീത്ത് വരെ നമ്മുടെ വോം ഗിയറിൽ വരാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഡിസൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ പിന്നെ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം കൂടി പറയാം. അതായത് നമ്മൾ ഗിയർ റേഷ്യോ ഐ എന്ന് പറഞ്ഞിട്ട് ഗിയർ റേഷ്യോ പറയാറുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഗിയർ റേഷ്യോ ഐ = Z2/Z1 = D2/D1 which is equal to N1/N2 എന്നുള്ളൊരു ഇക്വേഷനാണ് നമ്മൾ മുമ്പ് അല്ലെങ്കിൽ സാധാരണ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വോം ഗിയറിൻ്റെ കേസിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വരും. അതായത് Z2/Z1 അതല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ Z-/Z = N1/N2 എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഡയാമീറ്റർ യൂസ് ചെയ്തിട്ട് ആ ഒരു ഗിയർ റേഷ്യോ പറയാൻ പറ്റില്ല. ഡയാമീറ്റേഴ്സിൻ്റെ റേഷ്യോ ഇവിടെ ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു റിലേഷൻ ഇല്ല. ഡയാമീറ്റർ ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ആ ഒരു നമ്പേഴ്സ് നമുക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റേഷ്യോ വെച്ചിട്ട് ഡയമീറ്റർ ഗിയർ റേഷ്യോ വെച്ച് കണക്ട് ചെയ്തിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് നമ്പർ ഓഫ് ടീത്ത് വെച്ച് കമ്പയർ ചെയ്യാം. അതേപോലെ RPM വെച്ചിട്ടും റേഷ്യോ പറയാം. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും കുറച്ച് വാല്യൂസ് കണ്ടു. അതായത് വോം ഗിയറിൻ്റെ നമ്പർ ഓഫ് സ്റ്റാർട്ട് 1ഉം വോം വീലിലത്തെ വോം എന്ന് പറയുന്ന സ്ക്രൂവിലത്തെ നമ്പർ ഓഫ് സ്റ്റാർട്ട്സ് അത് 1ഉം വോം ഗിയറിലത്തെ ടീത്തുകളുടെ എണ്ണം അതിനൊരു റേഞ്ച്. അപ്പോൾ ഇതിലത്തെ മിനിമം നമ്പർ 25 അതും നമ്മൾ ഒന്ന് അസ്യൂം ചെയ്യാം. അതായത് അപ്പോൾ നമുക്ക് ഗിയർ റേഷ്യോ ഐ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? Z-/Z എന്നുള്ളതാണ് ഐ എന്ന് പറയുന്ന റേഷ്യോ. അപ്പോൾ അത് 25/1 അതായത് 25 ആണ് നമ്മുടെ സ്പീഡ് റിഡക്ഷൻ റേഷ്യോ. വോം സിംഗിൾ സ്റ്റാർട്ടും നമ്മുടെ ഗിയറിൽ 25 ടീത്തും ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നമുക്ക് അവിടുത്തെ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് 25 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടി. ഓക്കെ, ഇനി 85 ടീത്ത് ആണെങ്കിൽ എന്തായി? അവിടുത്തെ റേഷ്യോ സ്പീഡ് റിഡക്ഷൻ റേഷ്യോ എന്നുള്ളത് 85 ആണ്. അപ്പോൾ അത്രയും വലിയ ഒരു സ്പീഡ് റിഡക്ഷൻ റേഷ്യോ ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ദെൻ ഇനിയുള്ളത് രണ്ട് നൊട്ടേഷൻസ്, ഡയമീറ്റർ ഓഫ് വോം ആൻഡ് ഡയമീറ്റർ ഓഫ് ഗിയർ DW ആൻഡ് DG. നമ്മൾ സാധാരണ D1 D2 എന്നാണ് നൊട്ടേറ്റ് ചെയ്യാറ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെ നൊട്ടേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയമീറ്റർ ഓഫ് വീൽ എന്നുള്ളത് D1 എന്നും നൊട്ടേറ്റ് ചെയ്യുക. ഡയമീറ്റർ ഓഫ് വോം എന്നുള്ളത് DW-നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ D1 എന്ന് തന്നെ നൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡയമീറ്റർ ഓഫ് ഗിയർ എന്നുള്ളത് ചില സ്ഥലങ്ങളിൽ D2, സ്മോൾ ലെറ്റർ D2. ഓക്കെ, ക്യാപിറ്റൽ DW ക്യാപിറ്റൽ DG എന്നുള്ളതിന് ചില സ്ഥലങ്ങളിൽ നമ്മൾ സ്മോൾ D1ഉം സ്മോൾ D2ഉം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തന്നെയാണ് എന്നുള്ളത് ഊണെന്ന് പറയുകയാണ്. പിച്ച് സർക്കിൾ ഡയമീറ്റർ ആണ്. ഓക്കെ, വോമിൻ്റെയും വോം ഗിയറിൻ്റെയും. ദെൻ പിന്നെ വരുന്ന ഇപ്പോൾ ആക്സിയൽ മൊഡ്യൂൾ MX എന്നുള്ളത് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബാക്കിയുള്ള ഗിയേഴ്സിൻ്റെ കേസിലൊക്കെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കും ആക്സിയൽ മൊഡ്യൂൾ ആവും. അത് കുറച്ചുകൂടി കാര്യങ്ങൾ പിന്നീട് പറയാം. ദെൻ പിന്നെ വരുന്നൊരു റിലേഷനാണ് Q എന്ന് പറയുന്ന ഒരു ടേമാണ് പിന്നെ വരുന്നത്, ഡയമീറ്റർ ഫാക്ടർ ഓർ ഡയമീറ്ററൽ കോഷ്യൻ്റ്. ഓക്കെ, അപ്പോൾ ഇത് പുതുതായിട്ടുള്ള ഒരു സാധനമാണ്, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് വോം സ്ക്രൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ടേമാണ് ഡയമീറ്റർ ഫാക്ടർ ഓർ ഡയമീറ്റർ കോഷ്യൻ്റ് Q. അപ്പോൾ ഈ ഒരു Q എന്ന് പറയുന്ന സാധനം = ഡയമീറ്റർ ഓഫ് വോം / ആക്സിയൽ മൊഡ്യൂൾ അങ്ങനെയുള്ളൊരു റേഷ്യോ ആയിട്ടാണ് വരിക. ഓക്കെ, DW/MX അതല്ലെങ്കിൽ നമ്മൾ D1/MX എന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ പിന്നൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഈ Q എന്ന് പറയുന്ന ഫാക്ടർ ഇതിന് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് ഉണ്ട്. 8, 9, 11 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് നമുക്ക് ഡാറ്റ ബുക്കിൽ നോക്കിയാൽ കാണാം.
അപ്പോൾ മിക്കവാറും പ്രോബ്ലത്തിൽ ഇതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ചിലപ്പോൾ തരില്ല. അപ്പോൾ നമ്മൾ ജനറലായിട്ട് ഒരു വാല്യൂ അസ്യൂം ചെയ്യാറുണ്ട് ക്യൂവിന്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, ക്യൂ = 11 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മിക്കവാറും പ്രോബ്ലത്തിലും ഈ വാല്യൂ ഉപയോഗിക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഒരു വാല്യൂ പ്രോബ്ലത്തിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലാത്ത കേസിൽ എല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യൂ = 11 എന്നുള്ള വാല്യൂ ആണ്. ചുമ്മാ ഉപയോഗിക്കണതല്ല, വെറുതെ അങ്ങ് അസ്യൂം ചെയ്യണമെന്നല്ല, അതിനൊരു റെലവൻസ് ഉണ്ട്. ഓക്കെ, ഓരോ പർട്ടിക്കുലർ ബിയറിങ്ങിൻ്റെ കേസിൽ ഈ വാല്യൂ എങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് അതിൻ്റെ ഒരു ഡാറ്റ ടേബിള് നമ്മുടെ ഡാറ്റ ബുക്കിൽ അവൈലബിൾ ആണ്. തൽക്കാലം ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ അസ്യൂം ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ എല്ലാ പ്രോബ്ലത്തിലും ചെയ്യുന്ന പോലെ തന്നെ ആക്സിയൽ മൊഡ്യൂളാണ് നമ്മൾ ആദ്യമേ തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ള പോലത്തെ ഈ ഒരു വോം സ്ക്രൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ വോമിൻ്റെ ഡയാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു റിലേഷൻ ആണ് നമ്മൾ ഇവിടുത്തെ മുകളിലത്തെ റിലേഷൻ ശരിക്കും എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് കണ്ടുപിടിക്കാം. അതേപോലെ ഗിയർ റേഷ്യോ, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഗിയർ റേഷ്യോ അല്ലെങ്കിൽ വെലോസിറ്റി റേഷ്യോ. അപ്പോൾ അവിടെ ഈ ഒരു ടേംസ് ആണുള്ളത്. നമുക്ക് വേണമെങ്കിൽ Z-Z അതല്ലെങ്കിൽ Z2 / Z1. സാധാരണഗതിയിൽ നമ്മൾ ഇതുവരെയൊക്കെ ഫോളോ ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു. ഇപ്പം നൊട്ടേഷൻ കുറച്ച് മാറിയെന്നുള്ളൂ. ദെൻ = N1 / N2. ഡയമീറ്റേഴ്സ് വെച്ചിട്ട് ഇവിടെ ഒരു റിലേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ദെൻ അടുത്ത അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ആക്സിയൽ പിച്ച്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ സർക്കുലാർ പിച്ച് എന്ന് പറയുന്നൊരു ടേമാണ് കൂടുതലും പറയാറ്. ഓക്കെ, സർക്കുലാർ പിച്ച് P = π/m എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. മൊഡ്യൂൾ π/മൊഡ്യൂൾ. ഇവിടെ അതിന് പകരമായിട്ട് നമുക്ക് ഉള്ളൊരു സാധനമാണ് ആക്സിയൽ പിച്ച്. നമ്മൾ നമ്മുടെ വോം എന്ന് പറയുന്ന സ്ക്രൂവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ആക്സിയൽ പിച്ച്. അപ്പോൾ സാധാരണഗതിയിൽ സ്ക്രൂവിനൊക്കെ നമ്മൾ പിച്ച് എന്ന് പറയുന്നൊരു ടേമാണ് ഉപയോഗിക്കാറ് അല്ലേ. ത്രെഡഡ് ആയിട്ടുള്ളതിനൊക്കെ നമ്മൾ ത്രെഡിൻ്റെ ഒരു പിച്ച് പറയാറുണ്ട്. അതേ സാധനം തന്നെയാണ് നമ്മൾ വോമിൻ്റെ കേസിൽ ആക്സിയൽ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് തമ്മിലുള്ളൊരു ഡിസ്റ്റൻസ് ആണത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം എ പോയിന്റ് ഓൺ വൺ ത്രെഡ് ടു ദ കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദി അഡ്ജസൻറ്റ് ത്രെഡ് മെഷേർഡ് അലോങ് ദി ആക്സിസ് ഓഫ് ദി വോം. വോമിൻ്റെ ആക്സിസിന് അലോങ് ആയിട്ട് നമ്മൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് പിച്ച് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആക്സിയൽ പിച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ആക്സിയൽ പിച്ചും മൊഡ്യൂളും തമ്മിൽ നമ്മൾ സർക്കുലാർ പിച്ചിൻ്റെ ഇക്വേഷൻ പോലെ തന്നെ ആക്സിയൽ പിച്ച് Px = m × ആക്സിയൽ മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷനാണ് എന്താണ് ആക്സിയൽ മൊഡ്യൂൾ എന്നുള്ളതിന് കുറച്ചും കൂടി ഒരു മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആക്സിയൽ ഡയറക്ഷനിലൊരു പിച്ചായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നതുകൊണ്ടാണ് ഇതിനെ ആക്സിയൽ മൊഡ്യൂൾ എന്ന് തന്നെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ ഈ സെയിം മൊഡ്യൂൾ തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വോം ഗിയർ അല്ലെങ്കിൽ ആ ഒരു ടൂത്ത്ഡ് വീല് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വോം സ്ക്രൂവിൻ്റെയും വോം വീലിൻ്റെയും ഇടയിൽ നിൽക്കുന്ന കോമൺ ആയിട്ട് വരുന്നൊരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു mx എന്ന് പറയുന്ന ആക്സിയൽ മൊഡ്യൂൾ എന്ന് പറയുന്ന ടേമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ആണ് നമ്മൾ ഇതിൻ്റെ ബാക്കി ഡയമെൻഷൻസൊക്കെ പറയുക. ഓക്കെ, അപ്പോൾ ആക്സിയൽ പിച്ച് എന്താണെന്ന് മനസ്സിലായി. ദെൻ ലീഡ് എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് കണ്ട് പരിചയമുള്ള ഒരു ടേമാണ്. ഓക്കെ, അതായത് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ ലീഡ് എന്ന് പറയുന്നത് ആ ത്രെഡിൻ്റെ പിച്ചിന് ഈക്വൽ ആയിരിക്കും. മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ ലീഡ് എന്ന് പറയുന്നത് പിച്ച് ഇൻറ്റു എത്രയാണോ ആ നമ്പർ ഓഫ് സ്റ്റാർട്ട്സ്. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് സ്റ്റാർട്ട് എന്നുള്ളത് ക്യാപിറ്റൽ Z വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യണത്. അപ്പോൾ ലീഡ് = നമ്മുടെ പിച്ച് എന്ന് പറയുന്നത് ആക്സിയൽ പിച്ച് Px × നമ്പർ ഓഫ് സ്റ്റാർട്ട് എന്നുള്ളത് Z. ഓക്കെ, അപ്പോൾ അതാണ് ലീഡ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ. പിന്നെ ഉള്ളതാണ് ലീഡ് ആംഗിൾ. അപ്പോൾ ഓൾറെഡി നമ്മൾ പവർ സ്ക്രൂ പഠിച്ച സമയത്ത് കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ ലീഡ് ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിളൊക്കെ വരച്ചത് ഓർമ്മയുണ്ടാവും. നമ്മുടെ ഒരൊറ്റ ത്രെഡ് പവർ സ്ക്രൂവിനൊക്കെ ഉണ്ടാകുന്ന മാതിരത്തെ അല്ലെങ്കിൽ ഒരു ത്രെഡ് തന്നെയാണ് ഇവിടെ വോം എന്ന് പറയുന്ന സ്ക്രൂവിനുള്ളത്. ആ ഒരൊറ്റ ത്രെഡ് നമ്മളിങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ലാൻഡഡ് ആയിട്ടുള്ള സർഫസിലേക്കാണ് വരിക. ഓക്കെ, ദെൻ ആ ഒരു സ്ക്രൂവിൻ്റെ പെരിമീറ്ററാണ് ഇവിടെ πdw.
ഡയമീറ്റർ ഓഫ് വോം ഇൻറ്റു പൈ ചെയ്യുമ്പോൾ അവിടുത്തെ പെരിമീറ്റർ കിട്ടും. ദെൻ ഈ ഒരു ട്രയാങ്കിളുടെ ഹൈറ്റ് അതെന്ന് പറയുന്നത് ഒന്നുകിൽ പിച്ചിൻ്റെ വാല്യൂ സിംഗിൾ സ്റ്റാർട്ട് ആണെങ്കിൽ ആ ലീഡ് എന്ന് പറയുന്നത് പിച്ച് തന്നെയായിരിക്കും. മൾട്ടി സ്റ്റാർട്ട് ആണെങ്കിൽ 2 ടൈംസ് ഓഫ് പിച്ച് 3 ടൈംസ് ഓഫ് പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും ഇവിടെ ആ ഒരു റൈറ്റ് സൈഡിലുള്ള ആ ഒരു ഹൈറ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഒരു ആംഗിൾ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ലീഡ് ആംഗിൾ. ഓക്കെ, അപ്പോൾ പി എസ് സി ഡാറ്റ ബുക്കിൽ 2 രീതിയിൽ ഇതിൻ്റെ നൊട്ടേഷൻസ് വരുന്നുണ്ട്. ഒന്ന് λw, ലീഡ് ആംഗിൾ ഓഫ് ദി വോം എന്നുള്ള രീതിയിൽ λw എന്ന് കാണിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഗാമ എന്ന് പറയുന്ന നൊട്ടേഷൻ അതും ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ലീഡ് ആംഗിൾ എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ടു ദ ത്രെഡ് ഹെലിക്സ് ഓൺ ദി പിച്ച് സിലിണ്ടർ ആൻഡ് ദ പ്ലെയിൻ നോർമൽ ടു ദി ആക്സിസ് ഓഫ് ദി വോം. വല്ലാണ്ട് അത് ആ ഒരു ഡെഫിനേഷൻ വായിച്ചാലൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. ഈ ഒരു ട്രയാങ്കിൾ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കുക. ദെൻ അവിടെ വരുന്ന ആംഗിൾ നമ്മൾ മൊത്തത്തിൽ സ്ലാൻഡഡ് ആയിട്ടൊരു സർഫസ് ആയിട്ട് നിങ്ങളുടെ ഒരു ത്രെഡിനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലാൻഡഡ് ആയിട്ടൊരു സർഫസ് കിട്ടും. അത് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മുടെ ലീഡ് ആംഗിൾ. ഓക്കെ, അപ്പോൾ അതിവിടെ ഒന്നുകൂടി പറയുന്നുണ്ട്. ഇഫ് വൺ ടേൺ ഓഫ് എ വോം ത്രെഡ് ഈസ് അൺവൗണ്ട് it will form an inclined plane whose base will be equal to the pitch circumference of the worm and the altitude will be equal to lead of the screw or the worm. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ലീഡ് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ tan ഓഫ് λw ആ ഒരു ആംഗിളിൻ്റെ ടാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നുള്ള രീതിയിൽ L ഡിവൈഡഡ് ബൈ പൈ DW എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. അത് ഇപ്പോൾ ലീഡ് എന്ന് പറയുന്നതിന് നമ്മൾ ഓൾറെഡി ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആക്സിയൽ മൊഡ്യൂൾ ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റാർട്ട്സ് Z എന്ന് പറഞ്ഞിട്ട് ദെൻ ഡിവൈഡഡ് ബൈ പൈ DW. ആക്സിയൽ മൊഡ്യൂൾ നമുക്ക് Px = പൈ ഇൻറ്റു MX എന്ന ഇക്വേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യാം. ദെൻ DW ഡയമീറ്റർ ഓഫ് വോം എന്നുള്ളതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു Q ഇൻറ്റു MX. അപ്പോൾ ഇങ്ങനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏറ്റവും അവസാനം നമുക്ക് ഇവിടെ Z/Q മാത്രമായിരിക്കും. MX ക്യാൻസലായി പോകും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് λw എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗാമ എന്ന് പറയുന്ന ലീഡ് ആംഗിൾ = tan ഇൻവേഴ്സ് ഓഫ് Z/Q എന്ന് പറയുന്നൊരു റേഷ്യോ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും കണ്ടുപിടിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ലീഡ് ആംഗിൾ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഡാറ്റ ബുക്കിൽ അവൈലബിൾ ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കിത് ആവശ്യമുള്ളതാണ്. ഓക്കെ, ദെൻ അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ്. ഇത് കൂടാതെ PSG ഡാറ്റ ബുക്കിൽ ഈ പേജ് നമ്പർ 8.43 ടേബിൾ 35 അവിടെ ബേസിക് ഡയമെൻഷൻസ് ഓഫ് വോം ഗിയർ പെയർ എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി റിമൈനിങ് ആയിട്ടുള്ള ടേംസുകളൊക്കെ ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സെൻറ്റർ ഡിസ്റ്റൻസ്, അതേപോലെ വീലിന്മേൽ അവിടെ വരുന്ന ഫേസ് വിഡ്ത്ത് B, അതേപോലെ വോമിൻ്റെ ലെങ്ത്ത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ Z', I ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ ഡയമീറ്റർ കോഷ്യൻ്റ് അല്ലെങ്കിൽ ഡയമീറ്റർ ഫാക്ടർ, ദെൻ ഹൈറ്റ് ഫാക്ടർ ഓഫ് 0, നമ്മൾ പറഞ്ഞ ആക്സിയൽ പിച്ചിൻ്റെ വാല്യൂ. ദെൻ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പ്രഷർ ആംഗിൾ. പല വാല്യൂസ് നമ്മൾ ഡാറ്റ ബുക്കിൽ നോക്കിയാൽ കാണും. ഇപ്പോൾ ആർക്കിമിഡിയൻ വോം അല്ലെങ്കിൽ അങ്ങനത്തെ ആർക്കിമിഡിയൻ സ്ക്രൂ വെച്ചിട്ടുള്ള ഒരു വോമാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ആൽഫ എന്ന് പറയുന്നത് 20 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ചോദ്യത്തിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ആൽഫ = 20 ഡിഗ്രി എന്ന് അസ്യൂം ചെയ്തിട്ട് ചെയ്യാം. ആൽഫയ്ക്ക് 20 ഡിഗ്രി മാത്രമല്ല 14.5 25 അങ്ങനെയൊക്കെ വാല്യൂസ് ഉണ്ട്. 20 25 അങ്ങനെയൊക്കെ വാല്യൂസ് അവൈലബിൾ ആണ്. അപ്പോൾ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആൽഫ = 20 ഡിഗ്രി എന്നുള്ളത് വെച്ചിട്ട് ചെയ്യാം. ദെൻ നമ്മൾ λw അല്ലെങ്കിൽ ഗാമ എന്ന് പറയുന്ന
ആ ഒരു വാല്യൂ ലീഡ് ആംഗിളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഇക്വേഷൻ ഇങ്ങനെ ഡാറ്റ ബുക്കിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കാണുന്ന ടേബിൾ, പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ വരുന്നതാണ് ഇവിടുത്തെ പിച്ച് ഡയാമീറ്റർ, ദെൻ ഈ ടോപ്പ് റൂട്ട് ഡയാമീറ്റർ. ഇതെല്ലാം നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ ഇതിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മൾ ഇതിലത്തെ റിമൈനിങ് ആയിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും മെയിൻ പ്രൊസീജിയർ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് കൂടാതെയുള്ള സംഭവങ്ങൾ ഈ ഒരു ടേബിളിലുള്ള, അല്ലെങ്കിൽ ഈ ഒരു ടേബിൾ ഇത് മൊത്തത്തിൽ നമ്മൾ ഏറ്റവും അവസാനം സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ട് എഴുതി വയ്ക്കും. അപ്പോൾ ചില കാര്യങ്ങൾ ആ സമയത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, ചിലത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ടാബുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രോബ്ലം അവസാനിക്കുക. ഏറ്റവും അവസാനമായിട്ട് ബിവൽ ഗിയർ ഡിസൈൻ്റെ ഒരു പ്രോബ്ലത്തിൻ്റെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബേസിക് ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാർട്ട് എടുത്ത് വയ്ക്കുക. ഇതിലത്തെ ഒരുവിധം കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കണം.